ഞാൻ PT-യുടെ ഓഗസ്റ്റ് 7th എക്സാം എഴുതിയായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രം സെൻറ്ററിലാണ് എക്സാം എഴുതിയത്. രാവിലെ 11 മണിക്കായിരുന്നു എക്സാം. നല്ല എക്സാം ആയിരുന്നു. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പുതുമയും ഈ എക്സാമിൽ തോന്നിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആസ് യൂഷ്വൽ ഒരു PT എക്സാം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ 1-2 ക്വസ്റ്റിനും റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ്റെ 1-2 ക്വസ്റ്റിനും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ്റെ അകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല, കാരണം അത് PT കോറിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്പീക്കിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ എക്സാമിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന് ചിന്തിച്ചതാണ്. കാരണം പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഒരു പുതിയ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഫുൾ എക്സാമും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻസും റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും റൈറ്റിങ്ങിൻ്റെയും എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് ഈ പറയാനുള്ളത്, നിങ്ങൾ ഈ അപ്ഡേറ്റ് ഒന്ന് കേട്ട് പേടിക്കാനായിട്ടൊന്നുമില്ല. ഈ പുലി വരുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചല്ലാതെ ഈ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയില്ല. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. എനിക്ക് അത്രേ തോന്നിയുള്ളൂ. പിന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ 1-2 സ്റ്റുഡൻസ് പറഞ്ഞു അവരെവിടെയോ കണ്ടു റീഡ് അലൗഡിൻ്റെ ക്വസ്റ്റ്യൻസ് 3 എണ്ണമാക്കി, ഡിസ്ക്രൈബ് ഇമേജിൻ്റെ 8 ക്വസ്റ്റ്യൻ ആക്കി എന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. അതിനോട് എനിക്ക് പ്രത്യേകിച്ച് കമൻ്റ് ഇല്ല. ഞാൻ എക്സാം എഴുതിയാണ്. എനിക്ക് ആസ് യൂഷ്വൽ എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. റീഡ് അലൗഡിൻ്റെ ഒരു 6-7 ക്വസ്റ്റ്യൻ ചോദിച്ചു. റിപ്പീറ്റ് സെൻറ്റൻസിൻ്റെ അതുപോലെ തന്നെ ഒരു 6-7 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡിസ്ക്രൈബ് ഇമേജിൻ്റെ 2-3 ക്വസ്റ്റ്യൻ, റീഡ് ലെക്ചറിൻ്റെ 2-3 ക്വസ്റ്റ്യൻ, പിന്നെ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ, പിന്നെ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റെസ്പോണ്ട് ടു സിറ്റുവേഷൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻ. ഇങ്ങനെ തന്നെയായിരുന്നു സ്പീക്കിങ്ങിൻ്റേത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നോട്ടീസബിൾ ആയിട്ടില്ലായിരുന്നു. ആസ് യൂഷ്വൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെ ഈ ഒരു പാനിക് ആവാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ടെസ്റ്റിനെ അല്പം കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഇച്ചിരി സ്റ്റാൻഡർഡൈസ്ഡ് ആക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ PT എക്സാം പാടാക്കത്തക്ക നിലയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഞാൻ അതിൻ്റെ അകത്ത് ഒബ്സർവ് ചെയ്തിട്ടില്ല. എന്നാൽ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പാനിക് ആവേണ്ടതായിട്ട് ഒന്നും പുതിയതായിട്ടുള്ള എക്സാമിൻ്റെ അകത്തില്ല. അല്പം കൂടെ നന്നാക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പാനിക് ആവേണ്ടതായിട്ടോ പേടിക്കേണ്ടതായിട്ടോ ഒന്നും പിയേഴ്സൺ ടെസ്റ്റിൻ്റെ അകത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ധൈര്യമായിട്ട് എക്സാമിനെ നേരിടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോർ നേടിയെടുക്കാൻ. താങ്ക് യു.